ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും. റിവേഴ്സ് ചെയ്ത് ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യും. അതായത് സപ്പോസ് ഇപ്പോൾ 2345 എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്ത് 5432 എന്ന ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എന്ത് നമ്പറാണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പറിനെ റിവേഴ്സ് ചെയ്ത് തിരിച്ചെഴുതി അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ മുന്നേ പഠിച്ച രണ്ട് പ്രോഗ്രാമുമായിട്ട് സിമിലറാണ്. നമ്മൾ മുന്നേ പഠിച്ച ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഠിച്ച ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത ആ പ്രോഗ്രാം. അപ്പോൾ അത് സിമിലറായിട്ടുള്ള ഈ രണ്ട് പ്രോഗ്രാമിനും സിമിലറായിട്ട് വന്ന അതുപോലുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഇതും. പക്ഷേ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. കാരണം ഒരു നമ്പറിന് റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്, പക്ഷേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ആ പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം 4567 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്ത് 7654 എന്ന ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ പഠിച്ച ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിൽ നമ്മൾ ലൂപ്പ് ബോഡിക്കകത്ത് ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഈ പ്രോഗ്രാമിന് നമ്പർ റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും സെയിം തന്നെയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ സെയിം പ്രോഗ്രാമിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. നടുക്ക് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് റം എന്ന് വന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ഇരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റേവ് ഈക്വൽ ടു റേവ് ഇൻറ്റു 10 പ്ലസ് റം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ മുന്നേ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്കാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് ഈ പ്രോഗ്രാം എഴുതാനായിട്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം. സപ്പോസ് ഇപ്പം 4567 എന്ന നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. ആ നമ്പറിനെ റിവേഴ്സ് ചെയ്തെടുക്കണം. 7654 എന്ന് നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടി, 7654 എന്ന് റിവേഴ്സ് ചെയ്ത് കിട്ടി. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഞാൻ REV എന്ന് പറയുന്ന ഒരു വേരിയബിൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന നമ്പർ, ഈ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ 7654, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്ത നമ്പറാണ്. ഈ നമ്പറിനെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിളാണ് REV എന്നുള്ളത്. റിവേഴ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയാം, REV എന്നുള്ളത്. അപ്പോൾ REV ഈക്വൽ ടു REV ഇൻറ്റു 10 പ്ലസ് REM. ഈ റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിമൈൻഡർ എത്രയാണെന്ന് കണ്ടെത്തും. ആ റമ്മാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്, REV എന്ന് പറയുന്ന വേരിയബിളും. അതിൻ്റെ ലോജിക്ക് ഇപ്പം കാണുക. നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെ എങ്ങനെ കിട്ടും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണ് എടുത്താൽ മതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം 4567 എന്ന് പറയുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള, അതായത് റിമൈൻഡർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുമ്പോഴേക്കും 7 എന്ന് കിട്ടുന്നു, അതായത് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ റേവ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പം കണ്ടെത്തിയ ഈ REM എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഇവിടെ കിട്ടിയ 7 അതിനെ ആഡ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പം സ്റ്റാർട്ടിങ്ങിൽ REV എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമ്മളിവിടെ പ്രോഗ്രാം എഴുതപ്പോൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തിരിക്കും, 0 എന്നാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായാലും REV എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം ഇതിവിടെ 0നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം 0 തന്നെ കിട്ടും. അതിൻ്റെ കൂടെ 7 കൂടെ ആഡ് ചെയ്യുക. 7 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിമൈൻഡർ ആയിട്ട് കണ്ടെത്തിയ നമ്പർ, അതിനെ REM എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പറിനെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും 7 എന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതിനെ REV എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 7 കിട്ടിക്കഴിഞ്ഞു, യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ നമ്പറിനെ അങ്ങ് ഒഴിവാക്കണം, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4567 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 456 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഈ നമ്പറാണ് നമ്മുടെ പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെ കണ്ടെത്തണം. 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ എടുക്കാനായിട്ട് ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുക. അപ്പോഴത്തേക്കും 6 എന്ന വാല്യൂ കിട്ടി. ഈ 6 എന്ന വാല്യൂവിനെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ REV ഇൻറ്റു 10 പ്ലസ് റം എന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ REV ഇൻറ്റു 10, നേരത്തെ നമ്മൾ 7 എന്ന വാല്യൂ ആണ് REVയിലൂടെ സ്റ്റോർ ചെയ്തത്. ആ 7നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്യുക. ഇവിടെ കിട്ടിയ ഈ 6 ഇപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 70 എന്ന് കിട്ടും. അതിനോട് 6 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 76 എന്ന് കിട്ടി. അപ്പോൾ REV എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് 76 ആണ്. അപ്പോൾ ഇവിടെ 6 കിട്ടിക്കഴിഞ്ഞു.
ഇവിടെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ നമ്പറിനെ അങ്ങ് കളയണം. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസർ 45 ആണ്. ഇനി അടുത്ത 45നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുന്നു. 5 കിട്ടി. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ 5 എന്ന് കിട്ടി. അതിനെ ഈ ഇക്വേഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ 76 നേരത്തെ കിട്ടിയ RV എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ആ 76നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പം കിട്ടിയ യൂണിറ്റ് പ്ലേസിലുള്ള ആ 5 അതിനെ ആഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും 765 എന്ന വാല്യൂ കിട്ടുന്നു. അപ്പം ഇവിടെ യൂണിറ്റ് പ്ലേസിനെ കിട്ടിയതുകൊണ്ട് ഈ 45 എന്ന വാല്യൂവിന് 5നെ കളയണം. അതിനുവേണ്ടി 45നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം റിസൾട്ട് 4 എന്ന് കിട്ടുന്നു. ഇനി അതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നു. അപ്പോൾ 4 ഈ നമ്പർ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ അത് 4 തന്നെ കിട്ടി. അപ്പോൾ ആ 4നെ ഇവിടെ ഉപയോഗിക്കുന്നു. ഇവിടെ കിട്ടിയ 765നെ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുന്നു. അപ്പം 7654 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡിജിറ്റിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ആ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ആ കിട്ടുന്ന REV എന്ന് പറയുന്ന വേരിയബിളിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്നിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുന്നതും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ റിവേഴ്സ് ചെയ്യേണ്ട നമ്പർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഈ 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ 4നെ അങ്ങ് ഒഴിവാക്കണമല്ലോ. ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 0 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകണ്ട, ഇവിടെ വെച്ചങ്ങ് നിർത്താം. അപ്പോൾ അതായത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ മുന്നത്തെ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അത് 0 ആവുന്ന വരെയാണ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്. 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ REV എന്ന് പറയുന്ന വേരിയബിൾ ഒരു കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ടും കൂടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ബാക്കി സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഇവിടെ വൈൽ ലൂപ്പ് വരുന്നുണ്ട്. വൈൽ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് പതിവ് പോലെ തന്നെ നം ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നം ഗ്രേറ്റർ ദാൻ 0 എന്ന കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ട്രൂ ആവുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 by 1 ആയിട്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നം എന്ന് പറയുന്നത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ആ 0 എന്ന് പറയുന്ന കിട്ടുന്ന നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുകയുള്ളൂ. നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ 0 തന്നെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. പിന്നെ ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ പുറത്തോട്ട് വന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഈസ് റിവേഴ്സ്ഡ് ആസ് എന്ന് പറഞ്ഞിട്ട് REV എന്ന് പറയുന്ന വേരിയബിളും കൂടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. നമ്മുടെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്ക്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ഈ പ്രോഗ്രാമിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പുതിയതായിട്ട് പഠിച്ചാൽ മതി. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്ന ലൂപ്പ് ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇതാണ് ഒരു പ്രോഗ്രാം റിവേഴ്സ് ചെയ്യാനുള്ള C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമും കൂടെ നോക്കാം. അതും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ ഇപ്പം എഴുതിയ ഈ സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യത്തില്ല. എന്തായാലും സെയിം പ്രോഗ്രാം തന്നെയാണ്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ഒബ്ജക്റ്റീവാണ് ആ പ്രോഗ്രാമിലുള്ളത്. അതായത് എൻ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.